ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. മരിച്ച മമ്മികൾക്ക് ജീവൻ കൊടുക്കാൻ പോകുന്നു ശാസ്ത്രം. അത്രയ്ക്ക് വളർന്നു ശാസ്ത്രം. ശാസ്ത്രം എത്ര വളർന്നെന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിൽ നടന്നത് നമ്മൾ കണ്ടല്ലോ. ശാസ്ത്രം എത്ര വളർന്നെന്ന് പറഞ്ഞാലും ഇറാനിലും ഇസ്രയേലിലും നടക്കുന്നത് നമ്മൾ കണ്ടല്ലോ. വളർന്നവരെന്തോരമായി, പരസ്പരം കടിച്ചു കീറുന്നവരായി, കൊന്നു മുടിക്കുന്നവരായി, ഹിംസ ജന്തുക്കളായി, മൃഗങ്ങളെക്കാളും പകയും വിദ്വേഷവും കൊണ്ടു നടക്കുന്ന മനുഷ്യരായി തീർന്നു ഇന്നത്തെ ആധുനിക മനുഷ്യൻ. വിദ്യാഭ്യാസമുള്ളവൻ, കോട്ടും ടൈ ഇട്ട് നടക്കുന്നവൻ. എല്ലാവരുമല്ല, ഒരു വലിയ സമൂഹം അങ്ങനെയായി മാറി. ഒരു ന്യൂനപക്ഷം മാത്രമേ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുന്നു. അതിൽപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണം, ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടാകണം. അതിനാണ് ഈ ഉപദേശം. അല്ല വേദോസ്തവം തുറന്നു വെച്ചിട്ട് 8 പോക്കറ്റ് ഉണ്ടെന്നും 10 പോക്കറ്റ് ഉണ്ടെന്നും പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന വഞ്ചകന്മാരല്ല ഞങ്ങൾ. പൊട്ടുകളി നടത്തുന്നവരല്ല. ഇടയ്ക്കൊരു സഹോദരൻ പറഞ്ഞു, അല്ല ഒന്നാന്തര പാട്ടിനെ എടുത്ത് 8 പോക്കറ്റുകാരൻ വികൃതമാക്കി. വരമരവേശ ദിയത്രോയൻ രക്ഷാസ്ഥാനം. വരമരുളീശ. ആ പാടാനുള്ള യോഗ്യതയുണ്ടോ 8 പോക്കറ്റുമായിട്ട് നടക്കുന്നവർക്ക്? അല്ലല്ലേ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നാണ് ഇവർക്ക് ബോധമുദിക്കുക? ഞാനൊരു സഹോദരനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരിക്കലും ബോധം ഉദിക്കില്ല പാസ്റ്റർ, അതിങ്ങനെ തന്നെ അങ്ങ് പോകും എന്ന് പറയാനുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാം, നമുക്ക് കർത്താവിൻ്റെ വചനമനുസരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ചെയ്യുന്നവർക്ക് ചെയ്യട്ടെ. അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം അവരെ ന്യായം വിധിച്ചോളും. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വരാം. അതാ ഇവിടെ പറയുന്നത്, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുക്കിയിരിക്കുന്നവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആരാ? കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കുന്നവർക്ക്, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്നവന് മുൻപിൽ വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് 8 പോക്കറ്റ് വെച്ചവനും പിന്നെ ദൈവവചനമെടുത്ത് അതിനെ കോട്ടിക്കളയുകയും മറിച്ചുകളെയും കൂട്ടുകീർക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഓർത്തുകൊള്ളുക, ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിങ്ങൾ ലജ്ജിക്കേണ്ടി വരും. കർത്താൻ പറഞ്ഞ ആ ഭാഗത്ത് വിരമിക്കുക. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും സുവിശേഷം അറിയിക്കുന്നതിൻ്റെ കാരണം എന്താ? സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടണം, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടണം, സുവിശേഷം കേട്ട് പാപവഴികളെ വിട്ടോടണം, സുവിശേഷം കേട്ട് ഒരു ദൈവബോധത്തിലായി ജീവിക്കണം, സുവിശേഷം കേട്ട് വേർപാടും വിശുദ്ധിയുള്ളവനായി ജീവിക്കണം, സുവിശേഷം കേട്ട് അരപ്പരവ ബന്ധുക്കോസുകാരായിട്ട് ജീവിച്ചാൽ ഗുണമില്ല. മറിച്ചിടാത്ത ദോശയെന്ന് എഫ്രൈമിനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ ഹോശേയാപ്രവചനത്തിൽ പഠിക്കാൻ കഴിയുന്നു. മറിച്ചിടാത്ത ദോശ, ഒരു ഭാഗം വെന്തു ഒരു ഭാഗം വെന്തില്ല. അതുപോലെ ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം, വിശ്വാസികൾ മുഴുവൻ നല്ലൊരു ശതമാനവും പകുതി മാനസാന്തരമുള്ളവരാ. പകുതി മാനസാന്തരം അവർക്കില്ല. ജാതികളുടെ നടപ്പ് അവരിൽ നിന്ന് പോയിട്ടില്ല. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് പൂർണ്ണമായി ജാതികളുടെ വ്യവസ്ഥിതിയിൽ നമ്മൾ വിടുതൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഇത്ര സവിസ്താരമായി പ്രസംഗിക്കാനായിട്ട് എന്നെ നിയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, ഇനി അധിക സമയങ്ങളില്ല. കർത്താവിൻ്റെ വരവിന് അധിക സമയങ്ങളില്ല. എൻ്റെയും നിങ്ങളുടെയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന അവസ്ഥയ്ക്ക് ഇനി അധികം സമയങ്ങളില്ല. ഒരു ഇക്കിട്ടത്തോടെയോ
അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്തോടെയോ ദുഃഖത്തോടെയോ ഈ ലോകത്തിൽ നിന്നെല്ലാം നമ്മളെല്ലാം മാറ്റപ്പെടും. ഒരിക്കൽ മരണം ദൈവം നിയമിച്ചു വെച്ചിരിക്കുക, അതിനെ മാറ്റാൻ ഒരു മനുഷ്യപ്പുഴുവിനും കഴിയില്ല. എന്നാൽ ആ മരണത്തെ അഭിമുഖീകരിക്കുവാൻ മരണഭയം ഇല്ലാത്തവരായി ജീവിക്കുന്നെങ്കിൽ, ക്രിസ്തു മരിക്കുന്നെങ്കിൽ ലാഭം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്നത് അത്യുത്തമമല്ലോ എന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു ആത്മീയ നിലവാരത്തിലേക്ക് സഹോദര നിങ്ങൾ വരണം. നമ്മളെല്ലാവരും വരണം. ഞാൻ വരണം. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മരിച്ചു പോകുന്നു പറയുമ്പോൾ ഇടിവെട്ടേറ്റിൻ്റെ ഒരു പാമ്പ് കടിച്ചതുപോലെ പേടിച്ച് ഉറഞ്ഞു തുള്ളുന്നവരായിട്ട് നമ്മൾ തീരരുത്. യുദ്ധം വന്നാൽ ഒരുപക്ഷെ നമ്മളെല്ലാം രാസായുധം പ്രയോഗിച്ച് മരിക്കേണ്ടി വന്നാൽ മരിക്കട്ടെ, ദൈവവിധമെങ്കിൽ അങ്ങനെ. വെള്ളം കയറി മുടിയുന്നെങ്കിൽ അങ്ങനെ ചാകട്ടെ, മുല്ലപ്രിയാർ പൊട്ടി വരുന്നെങ്കിൽ അങ്ങനെ വരട്ടെ. പാട്ടുകാരൻ എഴുതിയ എന്താ? എന്തെല്ലാം വന്നാൽ കർത്താവിൻ പിന്നാലെ സന്തോഷമോടെ ഞാൻ യാത്ര ചെയ്യൂ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമോടെ ഞാൻ യാത്ര ചെയ്യും. പാട്ടൊക്കെ പാടാൻ എനിക്ക് സമയമില്ല. മിസ്രൈമം വിട്ടതിൽ ഖേദമില്ല. സ്തോത്രം. ഇവിടെ പാട്ട് പാടി നമ്മൾ ഓരോരുത്തരും തിമിർക്കുക. ഓരോ പാട്ടുകൾ പാടി നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? മണ്ണ് പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ, ലോക സുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മുടിയോട് കൂടെ എന്നെ മാടി വിളിച്ചാൽ, സുന്ദര മനോഹ നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രകൃതാരം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. മണ്ണെ പ്രതി മാണിക്യം ഉപദേശത്തിന് വേണ്ടി. ഈ ലോകത്തിന്റെ മാണിക്യം, ഈ ലോകത്തിന്റെ ഭൗതികം എനിക്ക് വേണ്ട. എൻ്റെ കയ്യിലിരിക്കുന്ന പഥ്യവചനം, പഥ്യോപദേശം നഷ്ടപ്പെടുത്തി മണ്ണും മാണിക്യവും വേണ്ടെന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കണം. ആ തിരുവചന സത്യങ്ങളെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ആഴത്തിൽ നമ്മൾ ഗ്രഹിക്കണം. പഴയ നിയമ വിശുദ്ധന്മാർ മണ്ണിന് വേണ്ടി ഓടിയവരല്ല, സമ്പത്തിന് വേണ്ടി ഓടിയവരല്ല. അവർ മീൻ പിടിച്ച് കൂട്ടി വിറ്റ് അവർ കോടികൾ ഉണ്ടാക്കിയവരല്ല. അന്നുള്ള അപ്പത്തിനുള്ളത് അവർക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലേ? പത്രോസൊക്കെ മരിക്കുമ്പോൾ എന്തുണ്ടായിരുന്നു കഴിയുക സഹോദര? യോഹന്നൻ, യാക്കോബ്, അപ്പോസ്തലന്മാരൊക്കെ മരിക്കുമ്പോൾ എന്തുണ്ടായിരുന്നു അവർക്ക്? ഒന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല അവർക്ക്. മനസ്സിലായോ? അവരെല്ലാം ദരിദ്രരായിരുന്നു. ഇന്നും അത് പലർക്കും മനസ്സിലായിട്ടില്ല. എപ്പോഴും ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓർപ്പിക്കുന്ന എനിക്ക് സന്തോഷമുണ്ട്. അവിടെ ബയോഡറ്റ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് പറയാമോ? കാണാതെ പറയാമോ? കാണാതെ പറയണ സഹോദരൻ. അതൊക്കെ 1 കൊരിന്ത്യർ 4-ന്റെ 9 കൂടി ഞാൻ വായിക്കാം. ഞങ്ങൾ ഈ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിക്ക് ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. 12:13 ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ബയോഡറ്റ ഇതാ. ഇങ്ങനെയുള്ളൊരു ശിക്ഷകണം ഭൂമിയിൽ ഇല്ലവേ ഇല്ല. എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ അവസ്ഥയിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ച് ഉടുംതുണി പഴംതുണിയൊന്നും ഇല്ലാതെ ജീവിക്കണമെന്നല്ല. സമ്പത്ത് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് എണ്ണണം? ചപ്പെന്നും ചവറെന്നും എണ്ണണം. സമ്പത്തിനെ എങ്ങനെ എണ്ണണം? ചപ്പെന്നും ചവറെന്നും എണ്ണണം. പൗലൂസിനെ പോലെ എണ്ണണം. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. ഇത്രയും പറയണം. ധനമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല. ആ മിസ്രയീമിലെ നിക്ഷേപം ക്രിസ്തുവിൻ്റെ നിന്നേക്കാൾ ധനം. ആ നിക്ഷേപം, മിസ്രയീമിലെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ റിച്ച് കൺട്രി ഈജിപ്റ്റ് ആയിരുന്നു. വേദോസം പഠിപ്പിക്കുമ്പോൾ
അമേരിക്ക ലണ്ടനൊക്കെ ഇന്ന് വന്നതല്ലേ. പുത്തൻ കാശ് സൗദി അറേബ്യ അവരൊക്കെ ഇന്നല്ലേ ഓയിൽ കൊണ്ട് കാശുണ്ടാക്കി. പഴയ പുരാതന സമ്പന്ന രാഷ്ട്രം ഈജിപ്താണ്. ഈജിപ്റ്റ് അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാ. ഈ ഗുണം പിടിക്കാത്തവന്മാർ അവിടെ പോയി താമസിച്ചെങ്കിലും ദൈവം ഒരു അനുഗ്രഹിച്ചു. നിന്നിൽ നിന്നും ആഗാറിന്റെ സന്തതിയിൽ നിന്നും ദൈവം എന്ന് പറഞ്ഞു 12 പ്രഭുക്കന്മാർ നിന്നിൽ നിന്നും ഉത്ഭവിക്കും. ഇസഹാക്കിന്റെ സന്തതി പരമ്പരയിൽ നിന്ന് 12 പ്രഭുക്കന്മാർ ഉത്ഭവിക്കും. 2 കൂട്ടരിലും പ്രഭുക്കന്മാർ ഉത്ഭവിക്കും. 2 കൂട്ടരും ധനാഠ്യരായിത്തീരും. അത് ഭൗതിക ധനമാ. പുതിയ നിയമസഭയോട് പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്നത്തെ പൊട്ടന്മാര് ഇത് മനസ്സിലാക്കാതെ ഭൗതിക അനുഗ്രഹമാണ് യോബിനെ അനുഗ്രഹിച്ച ദൈവം, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, പിന്നെ യോസേഫിനെ അനുഗ്രഹിച്ച ദൈവം, പിന്നെ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം. 100 മേനി അവൻ വിതച്ചപ്പോൾ വിളഞ്ഞു, അതുപോലെ നിനക്കും കിട്ടും. കിട്ടൂല, നിന്റെ തല കൊയ്തെടുക്കും. പുതിയ നിയമ ശുശ്രൂഷക, അതാണ് നിനക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹം. പൗലോസ് പറഞ്ഞു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കും. ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി കിടന്ന് ഓടരുത്, അത് നാശമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പത്രോസ് പറയുന്ന വാക്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവരെ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരുടെ സുവിശേഷം അറിയിച്ചത്. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരുന്നത് 7-ാം വാക്യം. എന്നാൽ എല്ലാറ്റിൻ്റെയും വായിച്ച വാക്യം വായിച്ചേ. എല്ലാറ്റിൻ്റെയും മതി. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുക. ഈ വാക്യം കറക്റ്റാണ്. നോക്കുക, ഞാൻ ഇന്നലെ രാത്രി നടന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഈ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിലെ വിഷയം കയറി വന്നു. ഇന്ന് രാവിലെ വന്നപ്പോൾ 1 പത്രോസ് 4 തന്നെ പഠിക്കണം എന്ന് ധാരണയും വന്നു. അതുകൊണ്ട് ഇത് എടുക്കാനിടയായത്. ദൈവാത്മാവ് തരുന്ന വചനമാണ് ഇത്. യൂട്യൂബിലൂടെ, വാട്സപ്പിലൂടെ, ടെലഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ഈ വചനം. നിങ്ങളെ ആരെയും ഞാൻ പലരെയും കണ്ടിട്ടില്ല, ഇനി കാണാൻ പറ്റുമെന്നും തോന്നുന്നുമില്ല. നമ്മളൊക്കെ കാണാതെ തന്നെ ഒരുപക്ഷെ യവനികകളിലേക്ക് മറഞ്ഞു പോകാം. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം. എന്നാലും ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ആ ബെയ്യൂല തീരത്ത് വെച്ച് കാണാം. ആ ഒരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഈ പ്രസംഗം കേൾക്കുന്നവരൊക്കെ എനിക്കൊന്ന് കണ്ടാൽ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും അത് പറ്റിയെന്ന് വരില്ല, സാഹചര്യം അനുവദിക്കുന്നില്ല. ഞാനൊരു കോമൺ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് എൻ്റെ വാട്സപ്പിലുള്ള എല്ലാവരെയും വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് വിളിക്കും, സന്ദർഭം കിട്ടിയാൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യും. വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ വരാം, നേരിട്ട് കണ്ട് കേട്ടൊക്കെ പോകാം. അധികകാലം നമുക്ക് ഭൂമിയിലില്ല. പത്രോസ് പറയുന്നു, എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ഇന്ന് നടക്കുന്ന യുദ്ധം, ഇറാനും ഇസ്രയേലുമായിട്ട് നടക്കുന്ന യുദ്ധം 2 ചേരികളിലായി ലോകരാഷ്ട്രങ്ങൾ മാറി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അമേരിക്ക, ഇസ്രയേല്, പിന്നെ ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവരെല്ലാം കൂടി ഒരു ചേരിയിലും യൂറോപ്യൻ രാജ്യങ്ങൾ, ഇറാനോട് റഷ്യ, പിന്നെ ചൈന, ഉത്തര കൊറിയ, ടർക്കി, ലബനോൻ ആദ്യമായ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ അവരോടുകൂടെ. ഇത് 2 പേരും തുല്യശക്തികളാണ്. റഷ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധം മനുഷ്യനെ കൊന്നൊടുക്കുവാൻ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു ഓർത്തഡോക്സ് നേതാവാണ് റഷ്യൻ പ്രധാനമന്ത്രി പുടിൻ. വേദോസ്തവത്തിൻ്റെ ABC കൂടി അറിഞ്ഞുകൂടാത്ത ഒരു അഹങ്കാരി. ഇവിടെ ട്രംപ് ആണെങ്കിൽ വേദോസ്തവം കൈ പിടിച്ചുകൊണ്ട് കാണിക്കുന്ന തോന്നിയാസത്തിന് കൈയും കണക്കുമില്ല. എല്ലാവരും പരസ്യമായിട്ട് ട്രംപിനെ വിമർശിക്കുക. കാരണം അദ്ദേഹം പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ആ ലക്ഷ്യമല്ല, വേറൊരു ലക്ഷ്യം നേടാനായിരിക്കും പുള്ളിയുടെ അവിടുത്തെ ഇടപെടൽ. അതാണ് പുള്ളി. നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ദൈവമക്കളെ, നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഇവർ ഈ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിൽ പോയി പ്രസംഗിച്ചതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുകയല്ലേ. കാണിക്കുന്ന കോനാമ്പിച്ച് മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ. എത്ര ഉന്നതനായ ഒരു പൊളിറ്റിക് ലീഡറാണെന്ന് പറഞ്ഞാലും, ഒരു റിലിജൻ ലീഡറാണെന്ന് പറഞ്ഞാലും, ദൈവവചന വ്യവസ്ഥ പ്രകാരമല്ല അവൻ സംസാരിക്കുന്നെങ്കിൽ അവൻ്റെ വാക്കുകൾക്ക്
കാശിന് വില നമ്മൾ കൊടുക്കരുത്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്കതേ പറയാനുള്ളൂ. പലരും പറയുന്നത് കേട്ട് നമ്മൾ തുള്ളാൻ ചാടുക. കാള പറ്റുമെന്ന് കേട്ട് കയറെടുക്കരുത്. ഒരുത്തൻ കയറെടുത്ത് എവിടെ കൊണ്ടുവന്നിട്ട് എവിടെ പ്രസവിച്ച് ഇപ്പോഴേ കെട്ടിയിട, അല്ലെങ്കിൽ ആ കുഞ്ഞ് ഓടിക്കളിക്കും. ഇവിടെ കാളയുടെ കാര്യമല്ലേ? കാളയുടെ കാര്യമാണ് പറഞ്ഞത്. പശുവാ പ്രസവിക്കുന്ന കാള. അത്ര പോലും ബോധമില്ലാത്ത മനുഷ്യനാണ് ഇന്ന് ലോകത്ത് കിടക്കുന്ന നല്ലൊരു ശതമാനം. എന്താ കാര്യം? റോമാലേഖനം 1-ാം അധ്യായം പഠിച്ചാൽ അതിന് മറുപടി കിട്ടും. തേജോമനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ എന്ത് ചെയ്തു? മനുഷ്യൻ, പക്ഷി, മൃഗം, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ ദൈവം അവരെ എന്ത് ചെയ്തു? എടുക്ക റോമാലേഖനം 1-ാം അധ്യായം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സ്വത്രം അങ്ങനെ മാറ്റിയപ്പോൾ മനുഷ്യൻ സംഭവിച്ചത് അതിൻ്റെ 21-ാമത്തെ വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ഞങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലിയുടെ ജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിലെ ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തിരിച്ചറിഞ്ഞുകൂടാത്ത നിലയിൽ, ആണോടും പെണ്ണ് പെണ്ണോടും, പിന്നെ എന്നു വേണ്ട ലിവിങ് ടുഗദർ എന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഒരു തോന്നിയവാസം. അത് അമേരിക്കയിലും യൂറോപ്യൻ ഐക്യനാടുകളിലും തുടങ്ങി ഈ കൊച്ചി പട്ടണത്തിലൂടെ അതിൻ്റെ അതിപ്രസരം നടന്നു. നമ്മൾ കണ്ടതാണ്. പ്രബുദ്ധരായ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ ഇവിടെ വന്ന് കാണിക്കുമ്പോൾ ഇവിടെയുള്ള ജനം അത് കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുക. ലോകത്തിൽ ഏത് കോണിൽ നടക്കുന്ന സംഭവങ്ങളും സെക്കൻഡ് കൊണ്ട് കാണാനുള്ള മീഡിയേറ്റർ നമ്മുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും വളരെ സൂക്ഷിച്ച് വേണം. 8 പോക്കറ്റ് ഇട്ടുകൊണ്ട് ഡാൻസ് ചെയ്ത് കോമാളിത്തരം കാണിക്കുമ്പോൾ ചിന്തിച്ചോണം, ഇത് ലോകം മുഴുവൻ നിങ്ങളുടെ കോമാളിത്തം കണ്ടുകൊണ്ടിരിക്കുക. ഉന്തിയിടുമ്പോൾ കുരപ്പിക്കുമ്പോൾ ചിരിപ്പിക്കുമ്പോൾ ഛർദ്ദിക്കുമ്പോൾ സ്വർണവും മാലയും ഒക്കെ ആൾക്കാരെ അടിച്ചു മാറ്റുമ്പോൾ കള്ളപ്രവാചകന്മാരെ, ദുർപ്രേക്ഷകന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. പണ്ടൊരുത്തം പറഞ്ഞു, നിങ്ങളെല്ലാവരും കണ്ണ് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എന്താ കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുക? ഈ മനുഷ്യന്റെ അരക്കൈ ഒരു കൈയായിട്ട് തീരാൻ പോകും, മുഴുവൻ കൈയായിട്ട് തീരാൻ പോകും. എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു ദുരുപദേശിനെ നമ്മുടെ ഇവിടുത്തെ എറണാകുളം പട്ടണത്തിൽ ഉപദേശി പരസ്യപ്പെടുത്തുക. ഞങ്ങൾ ഇപ്പോൾ വന്ന സഹോദരൻ ഈ കൈ വലിച്ച് നീട്ടാൻ പോവാ, കണ്ടോ എന്ന് ചോദിച്ചു. ഈ ഇങ്ങനെ കൈ നീണ്ടു വരുക, കണ്ടോ. ഇപ്പം എന്തായി? ഒരുപോലെയായി. നേരത്തെ എന്തായിരുന്നു? അരക്കൈയായിരുന്നു. ഞാൻ അവിടെയുള്ളൊരു സഹോദരനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇവിടെ, ഒരു ഡെന്റിസ്റ്റാണ് അയാൾ. അദ്ദേഹത്തിന് അരക്കൈയാണ്, ഞാൻ കൃത്യമായിട്ട് കണ്ടത്. ഞാൻ അയാളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് വരാം, ഈ കൈ ഒന്ന് വലിച്ചു കിട്ടാമോ? വെറുതെ പോഷ്ക്ക് പറയുക. പോഷ്ക്ക് പറയുന്നവനും എൻ്റെ അപ്പനും കൂടി ആകുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങി എന്ന് പത്രോസ് പറയുക. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കുക. എന്നോട് ചോദിച്ചാൽ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മുഴുവൻ എന്തിനാ? ഒരു ഉണർവുണ്ടാകാൻ, കർത്താവിൻ്റെ ജനം ദൈവവചനം അനുസരിക്കുവാൻ, അപ്പോസ്തലന്മാരുടെ ഉപദേശം ലോകം മുഴുവൻ സ്പ്രെഡാകാൻ, കള്ളപ്രവാചകന്മാരും ദുർപദേഷ്ടകന്മാരും ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോകാൻ. അവർ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ചെയ്യട്ടെ, നമ്മുടെ നാടിനെ വിടട്ടെ. ദൈവത്തിൻ്റെ നാടെന്നും പറഞ്ഞ് ഇവിടെ കാണിക്കുന്ന ഈ കോനാമ്പീച്ചുകൾ സഹിച്ച് മടുത്തു. ഒന്നുകിൽ ഇവരെ മാറ്റിത്തരിക, അല്ലെങ്കിൽ ഇവർക്ക് മാനസാന്തരം കൊടുക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ പറയുന്ന പത്യോപദേശത്തിൽ എന്തില്ല? പ്രസക്തി ഇല്ലാതെ പോകുന്നു. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയുള്ള മധ്യത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം.
300 പേരും 3000 പേരും 13,000 പേരും 33,000 പേരും 93,000 പേരൊന്നും ഞങ്ങൾക്ക് വേണ്ട. 2 3 പേർ ഗുണപ്പെട്ടാൽ അത് മതി. ഒരു ഇന്റർനാഷണൽ പാസ്റ്റർ പ്രസംഗിച്ചത് 10 വിശ്വാസികളെ കൊണ്ട് സ്വർഗത്ത് പോകാൻ പറ്റാത്തൊരു കാലമായി മാറി. കുറഞ്ഞ ആളല്ല, പേരൊന്നും ഞാൻ പറയുന്നില്ല. 10 വിശ്വാസികളെ കൊണ്ട്. അപ്പോഴാണ് ഇവിടെ 300ഉം 3000ഉം 5000 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചുമ്മാതാ തട്ടിപ്പിന്റെ ഉസ്താദുക്കളാണെന്ന് ഇനിയെങ്കിലും ദൈവമക്കൾ മനസ്സിലാക്കുക. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. എൻ്റെ പ്രസംഗത്തിലെല്ലാം ഞാൻ പറയാൻ പോവാണ്. സൂക്ഷിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കടപറിച്ചുകളെയും. നിങ്ങളുടെ പൗസ്യയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ ധനത്തിന് വേണ്ടിയും നിങ്ങളുടെ ചക്രത്തിന് വേണ്ടിയാണ് അവർ കൂടെ നടക്കുന്നത്. അത് അടിച്ചു മാറ്റിയിട്ട് നിങ്ങളെ നരകത്തിൽ തള്ളിക്കളയും. സൂക്ഷിച്ചോ. ചക്രത്തിന്മേൽ നിന്റെ കറക്കം, ചക്രം കിട്ടാൻ എൻ്റെ കറക്കം. അതാ ഇന്നത്തെ പോക്ക്. ഒരു വണ്ടിയുടെ ഒരു വലിയ ടയറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു പാസ്റ്റർ പാടിയെന്നാ പറയുന്നത്. ചക്രത്തിന്മേൽ നിന്റെ കറക്കം, ചക്രം കിട്ടാൻ എൻ്റെ കറക്കം. ആ പാസ്റ്ററിന്റെ പേരൊന്നും അറിഞ്ഞെങ്കിൽ നന്നായിരുന്നു. ഒരു സ്വത്രാശി കൊടുക്കായിരുന്നു. കാരണം ഉള്ളതങ്ങ് പറഞ്ഞല്ലോ. സ്വത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞു? എല്ലാറ്റിൻ്റെ അവസാനം ശ്രദ്ധിച്ചു. ഈ യുദ്ധം ഒരുപക്ഷെ 2 ചേരിയായി നിന്ന് ഒരു വലിയ യുദ്ധം നടക്കുകയാണെങ്കിൽ അതിനു മുൻപായി കർത്താവ് വന്ന് സഭയെ, വിശ്വാസികൾ ഈയാമ്പാറ്റകളെ പോലെ പറന്നു പോകും. ആരാ പാസ്റ്ററെ പറന്നു പോകുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവും ഭക്തിപത്വ ഉപദേശവും അനുസരിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരും വിശുദ്ധമതികളും പറന്നു പോകും. അല്ലാത്ത വ്യാജന്മാരെല്ലാം, കള്ളപ്രവാചകന്മാരും ദുർവേഷക്കാരന്മാരും എല്ലാവരും എന്ത് ചെയ്യും? ഇവിടെ കിടക്കും. പിന്നെ ഇവിടെ മീറ്റിംഗ് നടക്കുമെന്നൊക്കെ പലരും പ്രസംഗിക്കുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഒന്നറിയാം, ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനത്തിനുവേണ്ടിയുള്ള വിശപ്പും ദാഹവും ദേശത്തിന്മേൽ അയക്കുന്നു. വചനത്തിന് വേണ്ടി അന്ന് ദാഹിക്കും. യവനക്കാരികളും ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് എവിടെയൊക്കെ പോകും? എവിടെയൊക്കെ വചനങ്ങളുണ്ടോ അവിടെ എല്ലാം പോയി അത് അന്വേഷിക്കുമെന്നാണ് ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാനത് 100% വിശ്വസിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാമെന്ന് വിചാരിക്കുന്നു. ഹോശേയ പ്രവാചകന്റെ ഹോശേയല്ല, ആമോസ് പ്രവാചകന്റെ പുസ്തകം എടുത്തതും അത് തന്നെ. ആമോസ് 8:11, 12, 13. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾപ്പാനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന്, അപ്പോൾ ഫ്ലൈറ്റിലും കപ്പലിലും ഒക്കെ യാത്ര ചെയ്യുമെന്നതിൻ്റെ അർത്ഥം. ഉഴന്നു ചെന്ന് യഹോവയുടെ വചനങ്ങളെ അന്വേഷിച്ചു നടക്കും. കണ്ടുകിട്ടിയില്ലതാനും. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് നിലത്ത് വീഴും. നല്ല സുന്ദരന്മാരും സുന്ദരിമാരും വചനത്തിനു വേണ്ടി ലോകം മുഴുവൻ വിസയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പായും. കിട്ടുകയില്ല. ഇപ്പോൾ വചനം സുലഭമായി കിട്ടുന്നുണ്ട്. സുലഭമായി കിട്ടുന്നത് ദുരുപദേശമാണ്. ഞങ്ങളെപ്പോലെയുള്ള പാവം പിടിച്ച വിശ്വാസികൾ ഒരു ചെറിയ ശേഷിപ്പ് പക്ക വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. പത്യവചനം, പത്യോപദേശം മായം ചേർക്കാതെ, പെയിന്റ് അടിക്കാതെ, കുമ്മായം ചേർക്കാതെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്രായേലിലെ പുരോഹിതന്മാരെ കുറിച്ച് യിരെമ്യാവ് പറഞ്ഞു, സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ലഘു ചികിത്സ. ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മാനസാന്തരത്തിലേക്ക് നടത്താതെ അവിടെ ഭൗതികം കണ്ടുകൊണ്ട് വെള്ളപൂശി വിടുക. ഇന്ന് അനേക പാസ്റ്റർമാരെ, അവരാണ് നമ്മുടെ ദൈവസഭയുടെ ശാപം എന്ന് പലക്കാലം വളരെ തെളിച്ചു ഞാൻ പറയുക. തെറ്റുകളെ, പാപത്തെ എന്ത് ചെയ്യുക? എടുത്ത് ശക്തമായിട്ട് അവരോട് പറയുക. പ്രവാചകൻ പറഞ്ഞു, യേശുക്രിസ്തു ആകുന്ന പ്രവാചകൻ പറഞ്ഞു, നിങ്ങളൊരുത്തനെ കടലും കരയും നടന്ന് രക്ഷിക്കപ്പെടുത്തിയിട്ട് അവസാനം എന്ത് ചെയ്യുന്നു? ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാകും. ഇന്നിത് നടന്നുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ. വേദനയോടെ പറയുക, ദുഃഖത്തോടെ പറയുക, സങ്കടത്തോടെ പറയുക. പൗലോസ് പറഞ്ഞു, ഞാൻ കരച്ചിലോടെ പറയുന്നു, കണ്ണുനീരോടെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു. വലിയ ദുഃഖമുണ്ട് ഈ വിഷയം പറയുമ്പോൾ.
പാസ്റ്റർമാർ ജനത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം പത്തിക്കൊത്ത് ഉപദേശം പ്രസംഗിച്ച് സഭയെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കേണ്ടതിന് പകരം കണ്ട ചപ്പും ചവറും പറഞ്ഞ് അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. 23-ാം അധ്യായം മത്തായി 23-1-2 വാക്യങ്ങൾ വായിച്ച് എന്താ അവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. 23-ന്റെ ഉറച്ചു വായിക്കുക. ആ, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ഇന്നും അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രവൃത്തിയില്ല. ഒരു സൈക്കിൾ കൊടുത്ത ചാനലുകാരനെ വിളിച്ചു വരുത്തി സൈക്കിൾ കൊടുത്ത് ലോകം മുഴുവൻ ഞാൻ കൊടുത്തേ എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുക. ഈ മുട്ടയിട്ട ചില ബെഡ്റൂമിലൊക്കെ കയറി മെത്തയിലൊക്കെ മുട്ടയിട്ട് കാറി കൂകി തൂറി മെസ്സിച്ച് എനിക്ക് കിടന്ന് കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കൊക്കോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? കരഞ്ഞ് കാറി കൂകി ബഹളം ഉണ്ടാക്കും. നമ്മൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ബെഡ്റൂം മുഴുവൻ നശിപ്പിച്ച് 7 രൂപയുടെ ഒരു മുട്ട, 7 രൂപയുടെ ഒരു മുട്ടയ്ക്ക് പകരം ബെഡ്ഷീറ്റെല്ലാം നശിപ്പിച്ച്. അതുപോലെ ഇന്നത്തെ പ്രവൃത്തികൾ, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അത് ലോകം മുഴുവൻ വിളിച്ചറിയിക്കണം. സൈക്കിൾ കൊടുക്കണം, സ്നാനപ്പെടുത്തണം. 10 പേരെ സ്നാനപ്പെടുത്തിയാൽ ലോകം മുഴുവൻ അറിയും. 10 സൈക്കിൾ കൊടുത്താൽ ലോകം മുഴുവൻ അറിയും. വീട് വെച്ച് കൊടുത്താൽ ലോകം മുഴുവൻ അറിയും. കർത്താവ് എന്താ പറയുന്നത്? ഇടം കൈ ചെയ്യുന്നത് വലം കൈ. പിന്നെ അവരെന്താ ഇത് ചെയ്യണേ? അതാ ഞാൻ പറഞ്ഞത്, അവിടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത്. ചർച്ചുദ്ഘാടനം നടത്തുമ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് ഇങ്ങനൊരു ചർച്ച ഉണ്ടെന്ന് കാണിക്കാൻ ആലയത്തിൻ്റെ മഹത്വം അവർ വിളിച്ചു പറയുന്നത്. അല്ലയോ മൂഢന്മാരെ, ആലയം എന്നുള്ളത് ആരാ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ? നാം ആണ് ദൈവത്തിൻ്റെ മന്ദിരം. നമുക്ക് വേണ്ടി ഒരു ആലയം ഉണ്ടാക്കുമ്പോൾ അധികം മോടിയൊന്നും വേണ്ട. ചുമ്മാ ഒരു ഷീറ്റ് അടിച്ച് തണുപ്പില്ലാതെ ചൂടില്ലാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ സംവിധാനം ചെയ്തു, അതിന് കുഴപ്പമില്ല. ഇത് പ്രൗഢി കാണിക്കാൻ ആര് കാണിക്കാനാ? ഇത് ഈ ഹോളിൻ്റെ പ്രൗഢിയും മഹത്വവും ആരെ കാണിക്കാനാ? അതാണ് BJPക്കാരും RSSകാരും പറയുന്നത്. ഈ തട്ടിപ്പ് വീരന്മാർ കാശുണ്ടാക്കി, ഓരോരുത്തർ ഓരോ പ്രസ്ഥാനം ഉണ്ടാക്കി, കോടികളുണ്ടാക്കി, ആ ഓരോ ഹോളുകളും ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിൽ കിടന്ന് പാട്ടും പാടി ബഹളം ഉണ്ടാക്കി കാശടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. അവർ സമ്പന്നരായിക്കൊണ്ടിരിക്കുക. 8 നിലയിൽ ചിട്ട് പൊട്ടിയവനും ഇന്ന് പാസ്റ്ററാണ്, കോടികളുടെ ആസ്തിയാണ്. വണ്ടി മേടിച്ച് ഓടിച്ചുകൊണ്ടിടുന്ന തെണ്ടിയായി വണ്ടി വിറ്റ് നടന്നവനും ഇന്ന് പാസ്റ്ററായി കോടിക്കണക്കിന് സമ്പാദിച്ചു. താറാവിൻ്റെ പുറകെ നടന്ന മാന്യദേഹവും എന്ത് ചെയ്തു? കോടികൾ സമ്പാദിച്ചു. ഞാൻ ഈ പറയുന്നതിൻ്റെ താല്പര്യം മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സുവിശേഷം വിറ്റ് തിന്നാനുള്ളതല്ല, സുവിശേഷം വിറ്റ് കാശുണ്ടാക്കാനുള്ളതല്ല, ധനസമ്പാദനത്തിന് വേണ്ടി ഉള്ളതല്ല. സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്നതാണ്. പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് നിത്യ സൗഭാഗ്യത്തിലെത്തിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ അന്തസത്ത നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സുവിശേഷം മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകാതെ നിത്യജീവൻ പ്രാപിക്കാനുള്ളതാണ് സുവിശേഷം. അതുകൊണ്ട് കാശുണ്ടാക്കുന്ന കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടകന്മാരെയും ദൈവം ന്യായം വിധിക്കും. ഉറപ്പ്, എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള കൊള്ളരുതായ്മ ചെയ്യുന്നതിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. വിറ്റ് കാശുണ്ടാക്കുന്ന അവസ്ഥയ്ക്ക് സമാപനം വന്നിരിക്കുന്നു. ഇനി അധിക നാൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അധിക നാൾ നിങ്ങൾക്ക് ജനത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഇവിടെ ഒരു കുഞ്ഞുണ്ട്. ഞാൻ ബൈക്കെടുത്ത് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വൈഫ് എന്ത് ചെയ്യുമെന്നറിയോ? ഇവരെ പയ്യെ അനുനയിപ്പിച്ച് അപ്പുറത്തെ റൂമിലോട്ടോ മുകളിലോട്ടോ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പയ്യെ അങ്ങ് പോകും. യോഗം നോക്കുമ്പോൾ കാണത്തില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ വലിയ ബഹളം, എന്നെ കൊണ്ടുപോയില്ല. കാരണം എന്താ? അവനെ പറ്റിക്കാൻ പറ്റിയ വരും. അവൻ കുഞ്ഞാ. അതുപോലെ ആത്മീയ ശിശുവായാൽ എന്ത് പറ്റും? പറ്റിക്കും. എല്ലാവരും തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? പറ്റിക്കും.
ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ശൈശവാവസ്ഥ വിട്ട് കളയുന്നവരെക്കാണ് ആത്മീയമായി വളർച്ച പ്രാപിക്കാൻ പറ്റുന്നത്. ശൈശവാവസ്ഥ വിടാനായിട്ട് എന്ത് ചെയ്യണം? രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ദൈവവചനമെന്ന പാല് കുടിച്ച് ദൈവമക്കൾ വളർച്ച പ്രാപിക്കണം. ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവിലേക്ക് നടത്തപ്പെടണം. ഇന്ന് കാണുന്നത് മുഴുവൻ മായം ചേർത്തതാണ്, കൂട്ടുചേർത്തതാണ്, മറിച്ചു കളഞ്ഞ സുവിശേഷമാണ്. മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തു ബഹുഭൂരിപക്ഷത്തും പ്രസംഗിക്കപ്പെടുന്നത് അതാണ്. ദൈവമക്കൾ തിരിച്ചറിയുക, വചനവസ്ഥ പ്രകാരമാണോ ദൈവവചനം പ്രഘോഷിക്കുന്നതെന്ന് തിരിച്ചറിയുക. പാട്ടുപാടി തുള്ളിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പാട്ടുപാടി നൃത്തം ചെയ്തുകൊണ്ടിരുന്നവനാ ഞാൻ. പാട്ടുപാടി ഫാനിൻ്റെ അറ്റം വരെ തുള്ളിയിട്ടുണ്ട് എന്നെ പിടിച്ചു നിർത്തിയിരുന്ന ആൾക്കാർ ടൗൺ ഹാളിൽ വെച്ചൊരിക്കൽ. എന്തിനാ സഹോദര പാടുന്നത്? അവരെല്ലാം കിടന്ന് തുള്ളുന്നു, ഞാനും തുള്ളുന്നു. അപ്പം ലീഡർമാർ ചെയ്യുന്നതാണ് അണികളും ചെയ്യുന്നത്, ഗുരുക്കന്മാർ ചെയ്യുന്നതാണ് നമ്മളും ചെയ്യുന്നത്. എന്നാൽ ഭാഗ്യവശാൽ 2005 തോന്നുന്നു ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ദൈവവൃത്തിനെ കാണാനിടയായി. അന്ന് മുതൽ വചനം പഠിക്കാൻ തുടങ്ങി. ദൈവമാക്കി വെച്ചവരിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാര്യങ്ങളുടെ പൊരുളുകൾ മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ദൈവമാക്കി വെച്ചവരുണ്ട്, സംഘടന ആക്കി വെച്ചവരുണ്ട്, സ്വയം കയറി ആയവരുണ്ട്. സംഘടന ആക്കി വെച്ചവർ സംഘടനയുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കും. സ്വയമായവർ വായു വരുന്നതും മനസ്സിൽ തോന്നുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവമാക്കി വെച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു. ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചു. ഈ വാക്യം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസംഗിക്കപ്പെടേണ്ടതാണ്. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ദൈവമക്കൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അവിടെ എഴുതിയിരിക്കുന്നത് വായിക്കും സഹോദര. ആകയാൽ 7-ാം വാക്യം, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകണം, നിർമ്മതരായിരിക്കണം, വിളച്ചിലൊക്കെ കളയണം, ഉടായിപ്പെല്ലാം കളയണം, തട്ടിപ്പും വെട്ടിപ്പും എല്ലാം കളയണം. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചു. ഈ എല്ലാറ്റിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ മുഴുവൻ ചുട്ടരിച്ച് കളയാൻ പോവുക ദൈവം. ഇത് ഇന്നല്ല, കുറച്ച് വർഷം കഴിയും. ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജാതികളുടെ രക്ഷ തീർന്നു. പിന്നെ യഹൂദന്മാർക്ക് മാത്രം മോശമെന്ന് പ്രസംഗിച്ച് വിശ്വസിക്കുന്ന രക്ഷ, അല്ലാത്തതെല്ലാം പോയി. കർത്താവ് കാഹളം തിരിച്ചു വന്നാൽ ജാതികളായിട്ട് എത്രായിരം ജാതികൾ ഈ ഭൂമിയിലുണ്ടോ അവരുടെ രക്ഷയുടെ ചീട്ട് അതോടെ കീറി ദൈവം. പിന്നെ ജാതികൾക്ക് രക്ഷയില്ല. പിന്നെ സുവിശേഷം കേട്ടാലും സുവിശേഷം ഇല്ല. പിന്നെ നടത്തിപ്പുകാരനായ പരിശുദ്ധാത്മാവ് സഭയായിട്ട് പോവുക. നടക്കുന്നവൻ വഴിയും നീങ്ങിപ്പോക മാത്രം വേണം. അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. യദുക്രിസ്തു വരും. ഏകലോക ഗവൺമെന്റ് വരും. മരണം കൊതിക്കും, മരണത്തിനു വേണ്ടി അന്വേഷിക്കും. അതുപോലുള്ള സാഹചര്യങ്ങൾ ഇവിടെ വരും. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുക, നിർമ്മതരാകുക, സകലത്തിനു മുൻപ് ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുക. മനസ്സിലായോ? പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഈ ജഡത്തിൽ കിടന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കുഴയത്തേ ഉള്ളൂ.